സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹിസ്സലാം ഉത്തരവ് വരാനായോന്നും നോക്കിയിട്ട് ഇന്നും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് കൽപ്പന വരുന്നത്? കൽപ്പന എപ്പോഴാണ് വരുന്നത്? കൽപ്പന വരുന്ന സമയമായോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ പ്രഖ്യാപനം നടക്കുമ്പോ ഫതഅതൂന അഫ്വാജാ, നിങ്ങൾ വിവിധ സംഘങ്ങളായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. വിവിധ സംഘങ്ങളായി, വിവിധ കൂട്ടങ്ങളായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഉമമൻ, വിവിധ സമുദായങ്ങളായിട്ട്. കുല്ലു ഉമ്മത്തിൻ മഅ ഇമാമിഹിം, ഓരോ വിഭാഗവും അവരെ നേതാക്കളോടുകൂടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു നേരമുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു സുദീർഘമായ ഹദീസ് പറയുന്നുണ്ട്. സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം സംഘം സംഘമായി നിങ്ങൾ വരുമെന്ന് പറഞ്ഞല്ലോ. എന്താ നബിയെ ആ വരവിന്റെ ലക്ഷ്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, ലഖദ് സഅൽത അൻ അംദിൻ അളീം, ഒരു മഹാസംഭവത്തെ പറ്റിയാണ് നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് സുമ്മ അർസല അലൈഹി ബാക്കിയാ, രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് പറഞ്ഞു, മുആദേ, യുഹ്ശറു അശറത്തു അസ്നാഫിൻ മിൻ ഉമ്മത്തി അഷ്താതാ, എന്റെ ഉമ്മത്തിൽ നിന്ന് 10 വിഭാഗങ്ങളെ വേറിട്ട ശൈലിയിൽ നിന്ന് ഖബറിൽ നിന്ന് അല്ലാഹു മഹ്ശറിലേക്ക് ഒരുമിച്ചു കൂട്ടും. എല്ലാവരും ഒരേ ശൈലിയിലല്ല, 10 വിഭാഗം ആളുകൾ വേറിട്ട ശൈലിയിലാണ്. അവരെ രൂപഭാവങ്ങൾ മുസ്ലിങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അല്ലാഹു മാറ്റിയിട്ടുണ്ട്. കോലം മാറ്റിയിട്ടുണ്ട്, രൂപം അല്ലാഹു മാറ്റിയിട്ടുണ്ട്. 10 കൂട്ടം ആളുകൾ 10 കോലത്തിലാണ് വരുന്നത്. അതിലൊറ്റൊന്നിലും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ, ഒറ്റ ഹതഭാഗരിലും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. 10 കൂട്ടം ആളുകൾ മിൻ ജമാഅത്തിൽ മുസ്ലിമീൻ, കാഫിരീങ്ങളെ കൂട്ടത്തിൽ നിന്നല്ല പറയണത്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന്, എന്റെ ഉമ്മത്തിൽ നിന്ന് 10 കൂട്ടം ആളുകൾ 10 മോഡലിൽ ഖബറിൽ നിന്ന് വരും. ഫമിൻഹും അലാ സൂറത്തിൽ ഖിറദ, കുരങ്ങന്മാരുടെ രൂപത്തിൽ വരുന്നവരുണ്ട്. അതേ, വബഅലുഹും അലാ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിൽ വരുന്നവരുണ്ട്. വബഅലുഹും മുനക്കസൂന, ചിലര് അവരുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ കീമേൽ മറിക്കപ്പെട്ട രൂപത്തിൽ വരുന്നുണ്ട്. തലഭാഗം താഴോട്ടും കാൽഭാഗം മേലോട്ടും പൊക്കിയിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. മുഖവും കൈയും കുത്തിയിട്ടാണ്, കാല് മേൽപോട്ടാക്കിയിട്ടാണ് അവര് വരുന്നത്. മഹ്ശറിലേക്ക്, ജനങ്ങളിലേക്ക് നടന്നു വരുന്നത് ആ രൂപത്തിലാണ്. വവുജൂഹുഹും യുസ്ഹബൂന അലൈഹാ, മുഖം കൈകുത്തിയിട്ട് മുഖത്തിന്റെ മേൽ നീന്തിക്കൊണ്ട് മഹ്ശറിലേക്ക് അതിസാഹസികമായിട്ടാ വരുന്നത്. വബഅലുഹും അമൻ യതറദ്ദദൂൻ, അതേ, 2 കണ്ണിനും കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് പല ഭാഗത്തും വീണ് പിന്നെയും എഴുന്നേറ്റ്, പിന്നെയും വീണ് പിന്നെയും എഴുന്നേറ്റ്, അങ്ങനെ വരുന്നൊരു വിഭാഗമുണ്ട്. വബഅലുഹും സുമ്മുൻ ബുക്കുമുൻ ലാ യഅഖിലൂൻ, നേർക്ക് നേരെ കാത് കേൾക്കാതെ സംസാരശേഷി മുഴുവനും നഷ്ടപ്പെട്ട് ബുദ്ധിയില്ലാത്ത രൂപത്തിൽ വരുന്നവരും ഉണ്ട്. വബഅലുഹും യംലഗൂന അൽസിനതഹും, നാവിങ്ങനെ ചവച്ച് അരച്ചുകൊണ്ടൊരു വിഭാഗം വരുന്നുണ്ട്. നാവിങ്ങനെ താഴോട്ട് തൂങ്ങിപ്പോയിട്ടുണ്ട്. ആ നാവിലൂടെ ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന രീതിയില് നാവിലൂടെ ഇങ്ങനെ ഒരു ജലം താഴോട്ട് ഒഴുകുന്നുണ്ട്. കാണുന്നവര് മുഴുവനും വെറുക്കുന്നുണ്ട്. ചീഞ്ചലം ഒഴുകുന്നത് പോലെ, ജലം ഒഴുകുന്നത് പോലെ അവരെ നാവിലൂടെ വായിൽ നിന്ന് ഒരു പ്രത്യേക ജലം താഴോട്ടങ്ങനെ ഒഴുകുന്നു. കാണുന്ന ആളുകൾ മുഴുവനും അവരെ കാണുമ്പോ മലിനമാക്കുന്നു, മ്ലേച്ഛമായി കരുതുന്നു. കാണുന്നവരൊക്കെ വേറിട്ട് നിൽക്കുന്നു. മറ്റു ചില ആളുകൾ മുഖത്താത്തുൻ ഐദീഹിം വറുജുലുഹും, കൈകാലുകൾ ഛേദിക്കപ്പെട്ട രീതിയിൽ ഖബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോ കൈയുണ്ട്,
കാലും ഉണ്ട്, പക്ഷേ മഹ്ശറിലേക്ക് വരുമ്പോ കൈകാലുകൾ മുറിക്കപ്പെട്ട രീതിയിലാ വരുന്നത്. മറ്റൊരു വിഭാഗമോ മുസല്ലബൂന അലാ ജുദൂഇൻ മിനന്നാർ, നല്ല തീയിന്റെ 1-ാം നമ്പർ തീയിന്റെ കോലുകൾ, തീയിന്റെ മട്ടലുകൾ, തീയിന്റെ മട്ടലിൽ ശരീരത്തിൽ തറച്ചിട്ട് കുരിശിൽ തീയിന്റെ നല്ല നല്ല കൊമ്പുകളിൽ ക്രൂശിക്കപ്പെട്ട രീതിയിലാണ് അവർ വരുന്നത്. മറ്റു ചിലരെ ശരീരം അശദ്ദുനത്നം മിനൽ ജീഫ്, അതേ ശവത്തെക്കാളും നാറുന്ന രീതിയിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടൊരു വിഭാഗം വരുന്നു. 10-ാമത്തെ വിഭാഗം വബഅദുഹും മുലബ്ബസൂന ജലാബീബ്, നല്ല കട്ടിയുള്ള ഇരുമ്പിന്റെ രൂപത്തിൽ കട്ടിയും കനവും ഉള്ള വസ്ത്രങ്ങൾ അവരെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ വസ്ത്രത്തിന്റെ ചുട്ടുപൊള്ളുന്ന വിഷയം കൊണ്ട് വിയർത്തൊലിച്ചിട്ട് ഉരുകിയിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തുനിന്നും വിയർപ്പങ്ങനെ ഒഴുകിയിട്ട് സഹിക്കാൻ കഴിയാത്ത ചൂടുമായി പരലോകത്തേക്ക് ചുട്ടുപൊള്ളുന്ന തോലുമായി പരലോകത്തേക്ക് എത്തുന്നൊരു വിഭാഗം. മുആദേ, 10 വിഭാഗങ്ങൾ എന്റെ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന്, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റിയാണ്.